വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് പാസ്ത ഉണ്ടാക്കുന്നതിനാവശ്യമായ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം നന്നായി വെട്ടിത്തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. കുട്ടികൾക്ക് ടിഫിനായിട്ടും പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. പിന്നെ വേറെ ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പം അതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ഇളക്കി വരണ്ട് നല്ല ഒരു ബ്രൗൺ കളറാകുമ്പോഴും നമുക്കതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെജ്ജൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായതുകൊണ്ട് വെജ് കഴിക്കാത്തവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ കൂട്ടി കുറച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട വെജും കൂടെ കൂട്ടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് നന്നായിട്ട് വരണ്ടതിന് ശേഷം കുറച്ച് മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഉണക്കമുളക് വറ്റൽമുളക് ക്രഷ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം അരച്ച ആ ഒരു മിശ്രിതം നമുക്കിതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നതും വരെ നമ്മൾ അതൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ടൊമാറ്റോ സോസാണ് വേണ്ടുന്നതെന്നുള്ളവർക്ക് ടൊമാറ്റോ സോസ് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞങ്ങൾ ഇതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി അതൊന്ന് വെന്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്ത ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അവർ കഴിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ സ്കൂളിൽ ടിഫിനായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അന്നേരം എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.